ഹായ് ഫ്രണ്ട്സ് ടൂരിട്ട് പോകാം. നമ്മളെ ഹീറോയിൻ്റെ പേര് പ്രിയ. ജങ്കുക്ക് ഒരു കമ്പനി ഒരു CEO. അതുമാത്രം ജങ്കുക്ക് സ്വന്തം ഒരു കോളേജുണ്ട്. അവിടെ പ്രൊഫസറായിട്ട് ഒരു ക്ലാസ് എടുക്കും. മോഡൽ ഡ്രസ് ഡിസൈനർ അത് ജങ്കുക്ക് ക്ലാസ് എടുക്കും. അതായത് ബോയ്സൊക്കെ എടുക്കും. ജങ്കുക്ക് ക്ലാസ് ഗേൾസൊക്കെ എടുക്കും. ഡ്രസ് ഡിസൈൻ ആരെല്ലാം സൂപ്പർ ഡ്രസ് ഡിസൈൻ ചെയ്ത് ഗേൾസൊക്കും ബോയ്സൊക്കും ഉണ്ട്. മാത്രം ജങ്കുക്ക് പ്രൊഫസറാണ്. ബോയ്സ് ക്ലാസ്സൊക്കെ ജങ്കുക്ക് ഗേൾസൊക്കെ ബോയ്സ് എല്ലാം വേറെ വേറെ ക്ലാസ്സാണ്. ഹീറോയ്ക്ക് ജങ്കുക്കിന് ഒരുപാട് ഇഷ്ടമാണ്. ഒരു വൺ സൈഡ് ലവ് ജങ്കുക്ക് ഒരു CEO ആണ്. എല്ലാ ഗേൾസ് പറയാൻ തുടങ്ങി, പ്രിയ പ്രിയ എന്ത് പറ്റിയടി മച്ചി? പ്രിയ ഒരു കാര്യം പറയുന്നുണ്ട്. എന്ത് പറ്റി പൂജ? എടി നമ്മളെ ക്ലാസ്സൊക്കെ ജങ്കുക്ക് പ്രൊഫസർ പഠിപ്പിക്കാൻ വരാം. എന്താ മച്ചി? അതടി ഒരു ഡ്രസ് ഡിസൈൻ പറഞ്ഞാൽ ഒരിക്കൽ ഞങ്ങൾ പ്രൊഫസർ ജങ്കുക്ക് ഗേൾസിൻ്റെ ബാക്കി ഡ്രസ്സിൻ്റെ കാര്യം ജങ്കുക്ക് പ്രൊഫസർ ഒരിക്കൽക്ക് പഠിപ്പിക്കും, ബാക്കിയെല്ലാം മാം നമുക്ക് പഠിപ്പിക്കും എന്ന് പറഞ്ഞത് കേട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യമാണടി. അത് ഇവിടുത്തെ ഇത് സാറ് പഠിപ്പിക്കണം. ഞങ്ങൾക്ക് മാം പഠിപ്പിക്കും, സാർ പഠിപ്പിക്കും. ഓരോ ഡ്രസ് ഡിസൈൻ ജങ്കുക്ക് പ്രൊഫസർ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മച്ചി എന്താ ഞാൻ ജങ്കുക്ക് പ്രൊഫസറെ കറച്ച് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല ജങ്കുക്ക് പ്രൊഫസർ. അപ്പം ഞാനാണ് ജങ്കുക്ക് പ്രൊഫസറിൻ്റെ ലവർ ഗേൾഫ്രണ്ട് ഹീറോ പറയും. ഞാൻ അഡ്വൈസാണ് ചെന്നൈ കോളേജിൽ അവൾക്ക് ഒരാളാണ് കാണും. ഹീറോയിൻ്റെ ഗ്രൂപ്പൊക്കെ പറഞ്ഞ് ഒരു ഗേൾക്ക് ഹീറോ കാണുക എന്നെ ഭയങ്കര ഒരാളാക്കും അവൾ. ഫോറിനേക്കടി എന്ന് അവൾ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ പറ്റിയത് എന്തിനീ ഇവിടെ മുറച്ചെന്ന് പറയാറുണ്ട് പറയായിരുന്നു. ഒരു യോഗത്തെ ശരിയില്ല ഫ്രണ്ട്സോടെ ജോലി ഹീറോയിരിക്കും. അങ്ങനെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ ജങ്കുക്ക് വന്നിരുന്നത്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അയ്യോ ജങ്കുക്ക് പ്രൊഫസർ. ഹീറോയിൻ വീട് വശാൻ തുടങ്ങി. അയ്യോ ഇയാളെ കല്യാണം കഴിച്ച് എൻ്റെ ഹസ്ബൻഡ് ആവും എന്ന് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ജങ്കുക്ക് വരെ പറഞ്ഞ് ഗേൾസ് പിന്നെ കോളേജിൽ ഒരു ഒരു ഫാൻറ്റിങ് ഡ്രസ്സ് പറഞ്ഞ് നല്ല സൂപ്പറായിട്ട് മോഡലായിട്ട് ഡ്രസ്സ് ഉണ്ടാക്കണം. അങ്ങനെയായിട്ട് ഹീറോയുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ഗേൾസിൻ്റെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഗേൾ പറയാൻ തുടങ്ങി ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നിറയെ ഡ്രസ്സ് ഉണ്ടാക്കിയായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ഇങ്ങനെ ഓരോ നാൾക്കും ഓരോന്ന് പ്രൈസാണ്. ഹീറോ ഡ്രസ്സ് നല്ല സൂപ്പറായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാക്കി. അങ്ങനെ ഹീറോ ജയിച്ചായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സും ജയിച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയുടെ ഗ്രൂപ്പാണ് ജയിച്ചത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വാവ് മച്ച് ഞങ്ങളുടെ ഗ്രൂപ്പ് ജയിച്ചായിരുന്നു. അവൾക്ക് ഭയങ്കര അതിനായിട്ട് ഹീറോയിൻ്റെ വില്ലി പിങ്കിയാണ് പേര് വിളിക്കുക ഗേളിനെ. അത് പിങ്കി എന്ന് വിളിക്കായിരുന്നു അവളെ പേര്. അങ്ങനെ പിങ്കിക്ക് ടെൻഷനായിരുന്നു. എടി പിങ്കി എന്താ? പിങ്കിക്ക് ടെൻഷനായിരുന്നു. പിങ്കി പറയാൻ അവളെ ഞാൻ വിടില്ല, ഞാൻ ജങ്കുക്കിൻ്റെ വൈഫാകാൻ പോവാ എന്ന് പിങ്കി പറയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്താ ജങ്കുക്ക് പ്രൊഫസറിൻ്റെ വൈഫാ? അതെങ്ങനെ സെറ്റാവും എന്ന് ഹീറോ ഒരു പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. പിങ്കി ഒരു പാർട്ടിയായിരുന്നു. അങ്ങനെ പിങ്കി പറഞ്ഞ എല്ലാ ഗേൾസ് വരായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറയാറ് ഗേൾസ് പാർട്ടിയാണ്. അങ്ങനെ ഹീറോയിൻ പറയാൻ തുടങ്ങി. പിങ്കി ഒരു പ്ലാൻ ചെയ്തതാണ്. പിങ്കിൻ്റെ പ്ലാൻ ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു. ഒരു പാർട്ടിയാണ്. ജങ്കുക്ക് സാർ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞോ, നിങ്ങളൊരു പാർട്ടി ഉണ്ടോ എന്ന് പറയുന്നത്. അതിനെ ഒരു പ്ലേസ് വിളിച്ചായിരുന്നു. അങ്ങനെ ജങ്കുക്ക് മാത്രമേ വിളിച്ചായിരുന്നു. പിങ്കി വേണമെന്ന് ഹീറോയിൻ വിളിച്ചായിരുന്നു. പിങ്കി ഒരു പ്ലാൻ ചെയ്തു. ഡ്രസ്സ് ഇട്ടായിരുന്നു പിങ്കി. ഞാൻ ജങ്കുക്കിന് മയക്കുമെന്ന് പറയുന്നത്. ജങ്കുക്കിന് റിയൽ പാർട്ടി ഒന്നുമില്ല. വേണം ജങ്കുക്കിന് മാത്രമേ വിളിച്ചതായിരുന്നു ഹീറോയിനെ വിളിച്ചത്. ഇത് കണ്ട് ജലസ് ആവട്ടെ. പിന്നെ കുറച്ച് ഹീറോയിൻ്റെ ഫ്രണ്ട്സിൽ വന്നതായിരുന്നു. ജങ്കുക്ക് വന്നിരുന്നു. ജങ്കുക്കിനെ പാർട്ടിയാണ്. അതേ സാർ ഇത് കുറച്ച് പാർട്ടിയാണ്, ഇത് ടൂറിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ജങ്കുക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഹീറോയും ഒരു ഡ്രസ്സ് ഇട്ട് ഒരു ഡ്രസ്സ് ഇട്ട് വന്നായിരുന്നു. പിങ്കി പറയായിരുന്നു. ഹീറോയിൻ ഒരു ഫുൾ കവർ ഇട്ടായിരുന്നു. ഇങ്ങനെ ഡ്രസ്സ് ഈ ഫോട്ടോത്തിൽ കാണുന്ന മതി മോഡൽ ഡ്രസ്സ് അങ്ങനെ ഹീറോ ഇട്ടായിരുന്നു. അതെ ഗോൾഡ് കളറായിട്ട് ഡ്രസ്സ് പറഞ്ഞാൽ അങ്ങനെ താഴെ കാണുന്ന ഫോട്ടോയിൽ ഒരു സിംഗിൾ ഫോട്ടോ എൽസിലായിട്ട് ഹീറോയിൻ വന്നാൽ ഫുൾ കവർ ചെയ്തായിരുന്നു. പിന്നെ അത് കുറച്ച് ആൾക്കാരല്ലാതെ പിങ്കിയെ വിളിച്ചില്ലായിരുന്നു. പിങ്കിയുടെ മമ്മി വിളിച്ചായിരുന്നു പാർട്ടിയെ പറയുമ്പോൾ. പിങ്കിക്ക് ടെൻഷൻ ജങ്കുക്കിന് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്ന് പറഞ്ഞ് പിങ്കി ചെയ്തായിരുന്നു. ഹീറോ ഒരു പ്ലാൻ ചെയ്തത് ഒരു ഹോട്ടലിലാണ് പാർട്ടി. വീട്ടിൽ വേണ്ടെന്ന് പിങ്കി മമ്മി പറഞ്ഞു. അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു. പിങ്കി വീട്ടിൽ നിന്ന് അങ്ങനെ ഹോട്ടലിലേക്കാണ് പാർട്ടി ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞായിരുന്നു. വീട്ടിൽ പിങ്കിക്ക് ടെൻഷനായിരുന്നു. പിങ്കി ഹോട്ടലിലേക്ക് പോയായിരുന്നു. പിങ്കിനെ ശരി ഓക്കെ ഹോട്ടൽ ഞാൻ ഓൾറെഡി പിങ്കി ബുക്ക് ചെയ്തായിരുന്നു. ഇവിടെ നമുക്ക് ഹോട്ടലിൽ പോകാമെന്ന്. പിന്നെ കുറേ ആൾ പിങ്കി പറഞ്ഞു. പിങ്കീൻ്റെ ഡാഡി പറഞ്ഞു
ഞങ്ങൾ ഹോട്ടലിലാണ് നമ്മൾ ഞാൻ പാർട്ടി വെച്ചിരുന്നത്. പിങ്കിക്ക് ടെൻഷനായിരുന്നു വീട്ടിൽ പാർട്ടി തിരിച്ചു പോയാൽ. ശരി ഓക്കെ ഞാൻ ഹോട്ടലിലേക്ക് വന്നു. റൂമെല്ലാം ബുക്കാണ്. പിങ്കി പറഞ്ഞ ഹീറോയിൻ ഓക്കെ ഹീറോയിൻ പ്ലാൻ ചെയ്തായിരുന്നു. ഡ്രസ്സ് ഇട്ട ഹീറോയിൻ എല്ലാം ക്യൂട്ടായിട്ട് ഒരു റൂമിലുണ്ടായിരുന്നു. പിങ്കി ജങ്കുക്ക് ഫോൺ സംസാരിച്ച് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ റൂമിൽ പോകുന്നത് ജങ്കുക്ക് നോക്കുമായിരുന്നു. ഇവിടെ എവിടേക്കാണ് പോകുന്നത് ജങ്കുക്ക് ഈ പിങ്കി സാർ ഇവിടെ അയ്യോ ഇവളുടെ തൊല്ല ഇവിടെ നിന്ന് ശരിയാവില്ല. ഹീറോയിൻ റൂമിൽ വന്നു. ഹീറോയിൻ കോട്ട് ഊരി വെച്ചായിരുന്നു. ജങ്കുക്ക് നോക്കുമായിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ കണ്ട് ഷാക്കായിരുന്നു. ജങ്കുക്ക് എന്ന് വായ പൊളന്നായിരുന്നു. ജങ്കുക്ക് വെച്ച് കണ്ണടക്കാതെ ഹീറോയിൻ്റെ ലുക്ക് നോക്കി ജങ്കുക്ക് ഫ്ലാറ്റായി പോയി. അപ്പോൾ എന്ത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ വെച്ച് കണ്ണടക്കാതെ നോക്കുമായിരുന്നു ജങ്കുക്ക്. അപ്പോൾ ജങ്കുക്ക് ജ്യൂസ് ആ പെണ്ണൊന്ന് കൊടുത്തായിരുന്നു. അതിലൊരു ടാബ്ലറ്റ് കളിക്കായിരുന്നു. അത് ജങ്കുക്ക് മനസ്സിലായിരുന്നു ഇവളെന്താ ചെയ്യുന്നത്. ജങ്കുക്ക് ഹീറോയിനെ നോക്കുമായിരുന്നു. മൊത്തം ഫ്ലാറ്റായിരുന്നു. അതുമാത്രമല്ല ഹീറോയും കുടിച്ചിരുന്നു. അതെ അവൾക്കും ഭയങ്കര ജലസായിരുന്നു. ഹീറോയി കുടിക്കുന്ന ഡ്രിങ്കിലൊന്ന് കളിക്കായിരുന്നു. ജങ്കുക്ക് കുടിക്കാൻ പാടില്ല എന്ന് ഹീറോയിനോട് പറയാൻ നോക്കുമായിരുന്നു. ജങ്കുക്ക് അതെടുത്ത് ഹീറോയി കുടിച്ചായിരുന്നു. അതുകൊണ്ട് ജങ്കുക്ക് ഹീറോയിനെ തേടി വന്നതാണ് ഫ്ലാഷ് ബാക്ക്. ഇപ്പോൾ ജങ്കുക്ക് ഹീറോയിനെ ചോദിപ്പോൾ എന്ത് ചെയ്യാറ് അന്ന് ഡോക്ടർ വിളിച്ചായിരുന്നു. ജങ്കുക്കിന് ഫ്രണ്ട് ഓടി വന്നു. അതെ ആ ഹോട്ടൽ പറഞ്ഞു ജങ്കുക്കില്ല. എന്താ ഡോക്ടർ അവിടെ എന്നാ ഉള്ളത്. ജങ്കുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജങ്കുക്ക് ഫ്രണ്ട് പറഞ്ഞു ഇല്ലടാ റഷിക്കാൻ ചെയ്യാൻ പറ്റില്ല. ഇവളെ കൂടെ പെർഫോമൻസ് ചെയ്യണം. ഇവളെ ബോയ് ഫ്രണ്ട് ഇവൾക്ക് മാരേജ് ആയാൽ ഇവൾ ഹസ്ബൻഡിൽ കൂടെ ഇല്ല ഇവളെ വൈഫ് ഫ്രണ്ട് കൂടെ ഇവള് ഇങ്ങനെ ഇരിക്കണം എന്ന് ജങ്കുക്ക് പറഞ്ഞു. ജങ്കുക്ക് എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഇപ്പോൾ ഏത് ചെയ്യാമെന്ന് അറിയില്ല. ഹീറോയുടെ ഫ്രണ്ട് കോൾ ചെയ്ത് കേട്ടായിരുന്നു. പ്രിയക്ക് ബോയ് ഫ്രണ്ടോ ഇല്ല സാർ അവൾക്ക് മാരേജ് ആയിട്ടില്ല ഒന്ന് സിംഗിളാണുള്ളതെന്ന് പറഞ്ഞു. ജങ്കുക്ക് വേറെ പോയില്ല. ഇല്ല ജീവൻ പോകും പ്രശ്നമാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്യാം. ജങ്കുക്ക് സോറി എൻ്റെ കൂടെ വേറെ വൈകില്ല എന്ന് ജങ്കുക്ക് പറഞ്ഞു. സോറി പറഞ്ഞു ഞാൻ എന്നെത്തിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോ ഇങ്ങോട്ട് റൊമാൻസ് ചെയ്തിരുന്നു. ഹീറോയിനെ കണ്ട് ജങ്കുക്ക് ഒരുമാതിരിയായിരുന്നു. ഫസ്റ്റ് ജങ്കുക്ക് ക്ലോസ് ആയിരുന്നു. അപ്പം ജങ്കുക്ക് മനസ്സിലായി ഇവൾ ഫസ്റ്റ് ടൈം ടൈറ്റായിട്ടുണ്ട്. വിർജിൻ ഗേളാണ്. ജങ്കുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കിസ് ചെയ്ത് അങ്ങനെ രണ്ടുപേർക്ക് എല്ലാം നടന്നു. ജങ്കുക്ക് ഭയങ്കര ഹാപ്പിയാണ്.